ഒരുപാട് നാളായിട്ട് പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചൊരു ഐറ്റം എന്തെങ്കിലും അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു സേവ് ചെയ്ത് വെച്ചത്. പക്ഷേ അത് ഏറ്റവും അടിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം ബോർഡും ഫ്ലെക്സ് ക്യൂക്കുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ പണി വന്നത് ഏറെ വഴിക്കായിരുന്നു കേട്ടോ. അത് നിൽക്കട്ടെ, ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ലവ് ഷേപ്പിൽ ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. ഈ ബോർഡർ വരയ്ക്കുന്നത് നമ്മൾ ഒട്ടിക്കുന്നത് ഒരു റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോം ബോർഡ് ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് വരച്ച് വെച്ച ബോർഡറിൻ്റെ മേലെ റെഫറൻസ് ആയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ വരച്ചത് ഒരു വഴിക്കും ഒട്ടിക്കുന്നത് വേറൊരു വഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയാണ് നമ്മുടെ പണി വന്നത്. കാരണം ഫോം ബോർഡുകൾ തമ്മിൽ ഒട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ കയ്യും ഫോം ബോർഡ് ഒട്ടിയിട്ടുണ്ട്. ഒട്ടി ഒട്ടി കൈ മരം പോലെയായി. ഫ്ലെക്സ് ക്യൂക്ക് കയ്യിലായ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതായിരുന്നു അവസ്ഥ. കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നോർമൽ അക്രിലിക് പെയിൻറ്റ് എടുത്തു. നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം, പെട്ടെന്ന് പണി തീരും. അതിനുശേഷം ഇത് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വേണം. അതിന് വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ ഒരു പീസാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് കാർഡ്ബോർഡ് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ കാർഡ്ബോർഡ് കുറേ വെട്ടി ഒട്ടിക്കേണ്ട മടിക്കാണ് ഞാൻ ഒറ്റ തെർമോക്കോളിൽ സംഭവം ഒതുക്കിയത്. ഇനി ഇത് കുറച്ച് റിച്ച് ആവാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഗോൾഡൻ ബ്ലാക്ക് തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അവസാനം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലവ് ഷേപ്പ് സ്റ്റാൻഡിൻ്റെ മേലത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് LED ലൈറ്റ് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ LED ലൈറ്റ് ചുറ്റി കൊടുക്കുന്നതിന് മുന്നാണോ ശേഷമാണോ ഭംഗിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. സോ അത് ഓൺ ദ വേ ആണ്. സോ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.